ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ നമ്പർ 5 ഫയൽ ഓപ്പറേഷൻ ഇൻ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കാണ്, ഈ സെഗ്മെൻ്റാണ്. അപ്പോൾ ആദ്യം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പോയിൻ്റർ കോൺസെപ്റ്റിനെ കുറിച്ച്, അതാണ് ഫസ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് സെഗ്മെൻ്റാണ്. അത് കാണാത്തവർ അത് കണ്ടിട്ട് വരിക. ബിക്കോസ് പോയിൻ്റർ കോൺസെപ്റ്റ് ഇവിടെയും ചെറിയതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ആദ്യം നമ്മുടെ ടോപ്പിക്കിനകത്ത് പോകുന്ന മുമ്പ് ഇവിടെ ഫയലെന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്, ഫയൽ ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം പറയാം. ഇപ്പം നമ്മൾ ഏതൊരു പ്രോഗ്രാം നമ്മൾ എഴുതിയാലും ആക്ച്വലി നോർമലി നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അതിൻ്റെ എൻഡ് യൂസ് എന്ന് പറയുന്നത് ഒരു വലിയ സോഫ്റ്റ്വെയറോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെബ് അപ്ലിക്കേഷൻസ്, വെബ് ബേസ്ഡ് അപ്ലിക്കേഷൻസ് ആവാം, അത് അതർവൈസ് മൊബൈൽ ഫോണിലെ അപ്ലിക്കേഷൻ, ഓക്കെ, അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പല അപ്ലിക്കേഷനിൽ പല സോഫ്റ്റ്വെയർസിനകത്ത് ഫൈനൽ റിസൾട്ട് കിട്ടുന്ന ഒരു വാല്യൂ ആവാം, അല്ലെങ്കിൽ ഒരു ഡേറ്റ ആവാം. ഈ ഡേറ്റ നമുക്ക് പല വേറെ ഫോർമാറ്റിൽ ഇപ്പോൾ ഒരു ആൻസിസ് സോഫ്റ്റ്വെയറിലാണെങ്കിൽ അതിൽ നമുക്ക് ഫൈനലി കിട്ടുന്ന റിസൾട്ട് വാല്യൂസ്, മേ ബി സ്ട്രെസ് അനാലിസിസിനെ കുറിച്ച് നമ്മൾ അനലൈസിങ് ചെയ്യുകയാണെങ്കിൽ ഒവ്വൊരു നോട്ട്സിലുള്ള ഈ സ്ട്രെസ്സിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് ഇൻ നമ്പേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ടാവും. സോ അപ്പോൾ അതിനെ നമുക്ക് ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സോ റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന റിസൾട്ട് ഫോർ അവർ ഫ്യൂച്ചർ റെഫറൻസോ അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമുക്ക് ഈ വാല്യൂസിനെ നമുക്ക് മറ്റൊരു ഫയലിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ടെക്സ്റ്റ് ഫയൽ, ആ ഫയലിനെയാണ് അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി ആ പ്രോഗ്രാമിലിരുന്നിട്ട്, ആ സോഫ്റ്റ്വെയറിനകത്തിരുന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് വി കോൾഡ് ഫയൽസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫയൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമിനകത്തിലിരുന്ന് ഒരു ടെക്സ്റ്റ് ഫയലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയലിൽ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്ത് ഡേറ്റ നമ്മൾ റൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓപ്പറേഷൻ, അതിനാണ് നമ്മൾ ഫയൽ ഓപ്പറേഷൻസ് ഇൻ സി പ്രോഗ്രാമിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഈ സെഗ്മെൻറ്റിനകത്ത് പോവാം, ഫയൽ ഓപ്പറേഷൻ ഇൻ സി പ്രോഗ്രാമിംഗ്. അപ്പോൾ ആദ്യം ഈ ഫയൽ എന്താണെന്നുള്ളതാണ് ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത്. ഫയൽ ക്യാൻ ബി യൂസ് ടു സ്റ്റോർ എ ലാർജ് വോള്യൂം ഓഫ് പെർസിസ്റ്റൻറ്റ് ഡേറ്റ. അപ്പോൾ ഒരു ഫയലിന് പറയുന്ന ഒരു ഇതിനകത്ത് നമ്മൾ ഒരുപാട് സെയിം ടൈപ്പ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ലാർജ് വാല്യൂം ആയിട്ടുള്ള ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഫയൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫയൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ, മെയിൻലി ഈ 5-6 കാര്യങ്ങളാണ്. മെയിൻലി 5 കാര്യം നമ്മളിവിടെ നോക്കാം. അപ്പോൾ ആദ്യം ക്രിയേറ്റിംഗ് എ ഫയൽ, ക്രിയേഷൻ ഓഫ് ഫയൽ. ഒരു പ്രോഗ്രാമിനകത്തിൽ നിന്ന് തന്നെ ഒരു ടെക്സ്റ്റ് ഫയൽ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ ഓപ്പണിംഗ് എ ഫയൽ. ആൾറെഡി ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ഫയലിൽ അല്ലെങ്കിൽ ആ ഫയലിനെ നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് എവിടെ ഉപയോഗിക്കാൻ നമുക്ക് എവിടെയാണ് ഇത് ഉപയോഗമുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഫയലിനകത്ത് നമ്മൾ ഇൻപുട്ട് ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ടെക്സ്റ്റ് ഫയലിനകത്തുള്ള ഈ ഇൻപുട്ട് ഡേറ്റാസിനെ ചില സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഫയലിനകത്തുള്ള ഡേറ്റാസ് നമ്മൾ അകത്ത് എടുത്ത് കൊണ്ടുവരണം. ഓക്കെ, സോ വി നീഡ് ടു ഓപ്പൺ ഇറ്റ്. അപ്പോൾ ആദ്യം അതിനെ ഓപ്പൺ ചെയ്യണം. ദെൻ റീഡിങ് എ ഫയൽ അതാണ്. റീഡിങ് ഫയൽ ആ ഫയലിനകത്തുള്ള ഡേറ്റാസിനെ നമ്മൾ ഗ്യാദർ ചെയ്യണം. അതിന് ഇൻപുട്ട് ആവാം, whatever it is. ദെൻ റൈറ്റിംഗ് ടു ദ ഫയൽ എന്ന് പറയുന്നത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടൻറ്റ് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നു, അത് എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്യും. മേ ബി ദ ഫൈനൽ റിസൾട്ട് നമ്മൾ കിട്ടുന്നതിന് ആ ടെക്സ്റ്റ് ഫയലിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ അകത്ത് നമ്മൾ കൊണ്ടു ചെല്ലാൻ പോകുന്നു, അല്ല റൈറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ റൈറ്റിംഗ് എ ഫയൽ, അപ്പോൾ അത് എങ്ങനെ ചെയ്യും. ആൻഡ് ഫൈനലി ഈ പ്രോസസ്സൊക്കെ നമ്മൾ ഇതിൽ ഏതെങ്കിലും പ്രോസസ്സ് നമ്മൾ ചെയ്തതിന് ശേഷം ഫൈനലി ആ ഫയലിനെ നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഫയൽ ഓപ്പറേഷനകത്തുള്ള കാര്യം. അപ്പോൾ അതിൽ ആദ്യം ബിഫോർ ദാറ്റ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ എഫ് ഓപ്പൺ, എഫ് ക്ലോസ്, എഫ് പ്രിൻ്റ് എഫ് സ്കാൻഎഫ്. ഈ ഫങ്ഷൻസിന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നുള്ളതൊക്കെ നമുക്ക് നോർമലി അറിയാം. പ്രോഗ്രാമിങ്ങിനകത്ത് ഫങ്ഷൻ പ്രിൻ്റ് എഫ്, സ്കാൻഎഫ് അതിൻ്റേതായിട്ട് ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ
ഇവിടെ നമ്മൾ ഫയൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസാണ് എഫ് ഓപ്പൺ. എഫ് ഓപ്പൺ എന്നുള്ളത് ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂ തിങ് എന്തെന്ന് വെച്ചാൽ, ഈ എഫ് ഓപ്പൺ ഫങ്ഷൻ എന്ന് പറയുന്നത് വെറും ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ബട്ട് ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോലും നമുക്ക് യൂസ് ചെയ്യാം. ഈ എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഈ ഫങ്ഷൻ വെച്ചിട്ട് നമുക്ക് പുതിയതായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ആൾറെഡി ഉള്ള ഫയലിന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് എഫ് ക്ലോസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഒരു ഫയൽ സർട്ടൻ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഫയലിനെ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ എഫ് ക്ലോസ് നമ്മൾ ഉപയോഗിക്കും. പ്രിൻ്റ് എഫ് എഫ് പ്രിൻ്റ് എഫ് അതെന്ന് പറയുന്നത് എന്താണ്? നോർമലി നമുക്ക് പ്രിൻ്റ് എഫ് ചെയ്യുന്ന പോലെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് എക്സാമ്പിൾ ടെക്സ്റ്റ് ഫയലാണെങ്കിൽ ടെക്സ്റ്റ് ഫയലിനകത്ത് ഒരു ഡേറ്റ നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദ ഫങ്ഷനാണ് എഫ് പ്രിൻ്റ് എഫ്. ആൻഡ് ഫൈനലി ഒരു ടെക്സ്റ്റ് ഫയലിനകത്തുള്ള ഡേറ്റ നമുക്ക് അകത്ത് കൊണ്ടുവരണം, പ്രോഗ്രാമിനകത്ത് നമ്മൾ കൊണ്ടുവരണം, അതായത് അതിൽ റീഡ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എഫ് സ്കാൻ. സോ റീഡിങ് ഓഫ് ബ്ലോക്ക് ഡേറ്റ ഫ്രം എ ഫയൽ. സോ അപ്പോൾ ഇതൊക്കെ സോ ഇതില്ലാതെ കുറേ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, ബട്ട് ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ, ബേസിക് ഫങ്ഷൻസ് എന്ന് പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയണം. ഇതിനെ കൊണ്ട് അപ്പൻഡ് എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ട്. അത് നമുക്ക് നോക്കാം ഓൺ ദ വേ. So creating a file, ആദ്യം ഫയൽ ഈസ് നത്തിങ് ബട്ട് എ സ്പേസ് ഇൻ എ മെമ്മറി വെർ ഡേറ്റ ഈസ് സ്റ്റോർഡ്. അപ്പോൾ ഫയൽ എന്ന് പറയാൻ നത്തിങ് ബട്ട് ഒരു മെമ്മറിനകത്ത് നമ്മൾ ഡേറ്റനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ഫയൽ എന്ന് പറയുന്നത്. അത് വന്നിട്ട് ടെക്സ്റ്റ് ഡേറ്റാസ് ആണെങ്കിൽ ടെക്സ്റ്റ് ഫയലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. സോ ഒരു മാട്രിക് വൈസ് നമ്പർ വൈസ് ആണെങ്കിൽ നമുക്ക് എക്സൽ ഷീറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. വേഡ് ഡോക്യുമെൻറ്റ്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിനെയാണ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ സിൻഡെക്സ് അല്ലാതെ ഫുള്ളായിട്ട് നമ്മൾ ആ എഫ് ഓപ്പൺ ഫങ്ഷൻ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ അതിങ്ങനെയാണ്. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ യൂസ് ടു ക്രിയേറ്റ് ഫയൽ ഈസ് എഫ് ഓപ്പൺ ബ്രാക്കറ്റിനകത്ത് സോ ഡബിൾ കോട്ടിനകത്ത് നിങ്ങൾക്ക് സോ ഇവിടെ ഉള്ളത് ഫയൽ നെയിം .txt. അപ്പോൾ ഇത് ആദ്യമുള്ള ഈ സെഗ്മെൻറ്റ്, ഈ ബ്രാക്കറ്റിനകത്തുള്ള ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ടെക്സ്റ്റ് ഫയലാണ്. ദാറ്റ് ഈസ് .txt. ഇവിടെ നിന്ന് നമ്മൾ കണ്ടാൽ അറിയാൻ പറ്റും. ഈ ഫയലിനകത്ത് ഫസ്റ്റ് ഉള്ളത് ഫയൽ നെയിം .txt. ഈ .txt എന്ന് പറയുന്നത് നത്തിങ് ബട്ട് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ ടെക്സ്റ്റ് ഫയൽ. അതിൻ്റെ പേരെന്ന് പറയുന്നതാണ് ഫയൽ. ഈ ഫയൽ നെയിം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നെയിമാണ്. അത് ഏത് നെയിം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ബട്ട് .txt ദാറ്റ് റിപ്രസെൻറ്റ് വാട്ട് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ ടെക്സ്റ്റ് ഫയൽ. അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് മോഡാണ്. മോഡ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത എക്സാമ്പിൾ നമുക്ക് സോ അടുത്ത സ്ലൈഡ്സിലൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദർ ആർ ഡിഫറെൻറ്റ് മോഡ്സ്. ഈ മോഡ്സ് ആർ റിപ്രസെൻറ്റ് ബൈ ലെറ്റേഴ്സ്. ഒവ്വൊരു ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒവ്വൊരു മോഡ് ഒവ്വൊരു മോഡ് റിപ്രസെൻറ്റ് ചെയ്യുന്ന ഒവ്വൊരു ലെറ്ററിലും അതിനായിട്ടുള്ള ഡിഫറെൻറ്റ് പേർപ്പസ് ഉണ്ട്. വി ക്യാൻ സീ ദാറ്റ്. അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ഫയൽ ഫോർമാറ്റ്. ഒരു ഫയലിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്തെന്ന് വെച്ചാൽ, ഹെഡിങ് എന്താണ്? ക്രിയേറ്റ് എ ഫയൽ. ബട്ട് ഇതിൻ്റെ ഫങ്ഷൻ നെയിം എന്താണ്? എഫ് ഓപ്പൺ. അപ്പോൾ ഈ എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഈ ഫങ്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ഫയലിനെ പുതിയതായിട്ട് ക്രിയേറ്റും ചെയ്യാം, അതുപോലെ ക്രിയേറ്റ് ചെയ്ത ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും. സോ അടുത്തതായിട്ട് സിൻഡെക്സ്. ഈ സിൻഡെക്സിൽ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലൈൻ. സോ ഇതിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഫയൽ സ്റ്റാർ ഫയൽ പോയിൻ്റ്. സോ അപ്പോൾ ഇതിൽ ആദ്യം ഫയലിനെ കുറിച്ച് പറയാം. ഈ ഫയലിന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് നമ്മൾ പ്രോഗ്രാമിനകത്ത് ഒരു ഫയലിനെ നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണെങ്കിൽ അതിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേർഡ് മസ്റ്റായിട്ട് വേണം. ഈ ഫയലിന് പറയുന്ന വേർഡ് മസ്റ്റായിട്ട് വേണം.
അടുത്തത് ആ ഫയലിലൊക്കെ ആ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫയൽ അത് ഏത് ലൊക്കേഷനിലാണ്, ഏത് മെമ്മറി ലൊക്കേഷൻ ആർ ഏത് മെമ്മറി അഡ്രസ്സിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ അഡ്രസ്സിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പോയിൻ്റർ ഉപയോഗിക്കും. അപ്പോൾ ആ പോയിൻ്റർ ഒരു ഫയലിൻ്റെ ലൊക്കേഷനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അല്ലാതെ ഇറ്റ് ഈസ് ഗോയിങ് ടു പോയിൻ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ ഓഫ് എ ഫയൽ, നോട്ട് എ നോർമൽ വേരിയബിൾ. അപ്പോൾ അതുകൊണ്ടാണ് സിംപ്ലി കോൾഡ് as what ഫയൽ പോയിൻ്റർ. അപ്പോൾ ഈ ഫയൽ പോയിൻ്റർ അപ്പോൾ അതിൻ്റെ ഒരു നെയിമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വന്നിട്ട് റിപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഫയൽ പോയിൻ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡൊക്കെ ഒരു നെയിമിന്. അപ്പോൾ ഫയൽ പോയിൻ്ററിന് തന്നെ നമ്മൾ നെയിം കൊടുക്കണമെന്നല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഫയൽ പോയിൻ്റർ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന നെയിമാണ്. എന്ത് വേണമെങ്കിൽ കൊടുക്കാം. FPന് കൊടുക്കാം, Fന് കൊടുക്കാം, Aന് കൊടുക്കാം, Bന് കൊടുക്കാം, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഒരു റിപ്രസെൻറ്റേഷൻ. അപ്പോൾ എവിടെ നമ്മൾ ഫയൽ പോയിൻ്ററിന് കൊടുത്താലും ഓട്ടോമാറ്റിക്കലി ആ ഫയൽ പോയിൻ്റർ ആ മെമ്മറി ലൊക്കേഷനെ റിപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എ മെയിൻ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ആ ഫയൽ പോയിൻ്റർ ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ ബ്രാക്കറ്റിനകത്ത് ഫയൽ നെയിം .txt മൂവ്. അപ്പോൾ ഇതെഴുതാൻ പോകുന്ന സെക്കൻഡ് ലൈനായിട്ട്. അപ്പോൾ ആദ്യം ഒരു ഫയൽ പോയിൻ്റർ, അല്ലെങ്കിൽ ഒരു പോയിൻ്റർ നമ്മൾ ഈ ഫയലിൻ്റെ ലൊക്കേഷൻ അലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് ലൈൻ നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ടാണ് എയ്തർ ക്രിയേറ്റിംഗ് ആർ എയ്തർ ഓപ്പണിങ് ഫയൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, അടുത്ത ഇതിലാണ്. അപ്പോൾ സെക്കൻഡ് ലൈനിൽ ഇവിടെ ഈ സിൻടാക്സിന് കാണിച്ചിട്ടുള്ളതിൽ സെക്കൻഡ് ലൈനിൽ നമ്മൾ പറയുന്ന ഈ കാര്യമാണ് ഫയൽ പോയിൻ്റർ ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ഏത് പോയിൻ്റൊക്കെ, ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിലുള്ള ഏത് ലൊക്കേഷനെയാണ് പോയിൻ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ എഫ് ഓപ്പണിൽ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫയൽ നെയിം എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ഫയൽ ഈ കമ്പ്യൂട്ടറിനകത്ത് ഏത് മെമ്മറി ലൊക്കേഷനിലുണ്ടോ ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് നമ്മൾ ഈ പോയിൻ്റർ, ഈ ഫയൽ പോയിൻ്റർ എന്ന് പറയുന്ന നെയിമുള്ള ഈ പോയിൻ്ററിലേക്ക് ഈ അഡ്രസ്സിനെയാണ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എവിടെ ഫയൽ പോയിൻ്റർ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി ആ മെമ്മറി ലൊക്കേഷൻ, ആ ടെക്സ്റ്റ് ഫയലുള്ള ലൊക്കേഷനെയാണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് പോയിൻ്റർ. ഓക്കെ, സോ അപ്പോൾ ഇതിലുള്ള മെയിൻ കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ അറിയേണ്ടത്. ഓക്കെ, സോ വൺ ഈസ് ഫയൽ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചർ. എല്ലാ ഇതിലും ഒരു ഫയൽ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ഫയലിനെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വേർഡ് മസ്റ്റായിട്ട് വേണം. ദെൻ എഫ് ഓപ്പൺ എന്ന് പറയുന്നത് നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ഫങ്ഷൻ ഫോർ ഓപ്പണിംഗ് ആർ ക്രിയേറ്റിംഗ് എ ഫയൽ. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാതെ വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഈ ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കും. അടുത്തതാണ് ഫയൽ പോയിൻ്റർ. ഓക്കെ, ഫയൽ പോയിൻ്റർ ഈസ് നത്തിങ് ബട്ട് ദ നെയിം ഓഫ് ദ പോയിൻ്റർ. ഓക്കെ, സോ ഇവിടെ പോയിൻ്റർ എന്ന് പറയത്തില്ല, ഫയൽ പോയിൻ്റർ എന്ന് പറയും. ബിക്കോസ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പോയിൻ്റ് ചെയ്യാൻ പോകുന്നത് നോർമൽ വേരിയബിൾ ലൊക്കേഷൻ അല്ല, ഒരു ഫയൽ. ഓക്കെ, ഇവിടെ ഫയൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫയൽ ടെക്സ്റ്റ് ഫയൽ വോട്ടെവർ ഇറ്റ് ഈസ്, അപ്പോൾ ആ ഫയലിൻ്റെ ലൊക്കേഷനെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോയിൻ്റർ. അതുകൊണ്ടാണ് ഇത് ഫയൽ പോയിൻ്റർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിനകത്ത്, ഈ സിൻടാക്സിനകത്ത് ഫയൽ പോയിൻ്ററിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നെയിം എന്തുമായിട്ട് വേണം ആവാം, എന്തുമായിട്ട് വേണം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ABCR FPF whatever it is you can give it. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന അടുത്ത രണ്ട് പോയിൻറ്റും ഞാൻ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫയൽ നെയിം .txt എന്നുള്ള ഒരു ഇതിൽ സിൻടാക്സിന് ഇങ്ങനെയുള്ള ഒരു ഫയൽ നെയിം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഫംഗ്ഷൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ ആൾറെഡി ഇല്ല എങ്കിൽ ഈ കമാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പുതിയതായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ പേരിൽ. ഇപ്പോൾ ഈ എക്സാമ്പിളിലാണെങ്കിൽ ഫയൽ നെയിം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഇല്ല, ആ കേസില്ല. ഇൻ കേസ് ആൾറെഡി നമ്മൾ ഫയൽ നെയിം എന്നുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ, ഒരു നോട്ട് പാഡ്, ഒരു ഫയൽ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ ഫയൽ നെയിം, ഓക്കെ, ആ ഫയൽ നെയിം എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ നോട്ട് പാഡ് അല്ല ആ ടെക്സ്റ്റ് ഫയൽ ഡയറക്റ്റ്ലി ഓപ്പൺ ആവും. അപ്പോൾ ഈ സെയിം എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്, രണ്ട് യൂസ് ഉണ്ട്. ഒന്ന് എന്താണ്,
പുതിയതായിട്ട് ഒരു നെയിം വെച്ചിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഫയലോ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ആ നെയിം കൊണ്ടിട്ടുള്ള ഒരു ഫയൽ ആൾറെഡി നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ സെയിം ഫംഗ്ഷൻ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വാട്ട് ക്രിയേറ്റിംഗ് എ ഫയൽ. അപ്പോൾ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് വേർഡ്, ഓക്കെ, സോ റൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇമ്പോർട്ടൻറ്റ് വേർഡ്, ഓക്കെ, ഈ മോഡ്സ്. ഇവിടെ നമ്മൾ പ്രീവിയസ് ഇതിൽ നമ്മൾ മോഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. മോഡ്, വാട്ട് ഈസ് ദറ്റ് മോഡ്? ആ മോഡ് എന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ മോഡിൽ കുറേ മോഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ആ മോഡ്സിനെ നമ്മൾ ഓക്കെ വേരിയസ് മോഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പല ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ മോഡ്സിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം ആർ എന്ന് പറയുന്നത് ഓപ്പൺസ് ദ ഫയൽ ഫോർ റീഡിങ്. സോ അപ്പോൾ ആ മോഡുള്ള സ്ഥലത്തിൽ ആറ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോട്ടിനകത്ത്, ഓക്കെ, ആ കോട്ടിനകത്ത് ആറാണ് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ഓൺലി റീഡിങ് മാത്രമേ സമ്മതിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പുതിയതായിട്ട് ആഡ് ചെയ്യാനോ അങ്ങനെയുള്ള ചെയ്യാൻ പറ്റത്തില്ല. റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആർ. സോ ഡബ്ല്യു ആണെങ്കിൽ ഡബ്ല്യു ഫോർ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ആ മോഡിനുള്ള ആ സ്ഥലത്തിൽ ഡബ്ല്യു ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഓപ്പൺ ദ ഫയൽ ആസ് എൻ എം ടി ഫയൽ ഫോർ റൈറ്റിംഗ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ആ ഫയൽ നമ്മൾ റൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ ഇറ്റ് ഓപ്പൺസ് ആൻഡ് ഓവർ വിച്ച് വിൽ ബി റൈറ്റിംഗ് ആർ വാട്ട് ആഡിങ് കണ്ടൻറ്റ് ഇൻ ടു ദ ഫയൽ. ഒരു ടെക്സ്റ്റ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഡബ്ല്യു ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൂടിയാണ് നമുക്ക് റൈറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഒരു റൈറ്റിംഗ് മോഡിലേക്ക് പോകുമ്പോൾ ഈ ഡബ്ല്യു നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, വിൽ സീ ദാറ്റ് എക്സാമ്പിൾസ്. ഓക്കെ, എക്സാമ്പിൾസ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കാം. അടുത്ത എ. ഓക്കെ, സോ എ മീൻസ് വാട്ട്? അപ്പൻഡ് എന്ന് പറയും. ഓക്കെ, ഓപ്പൺസ് ദ ഫയൽ ഫോർ റൈറ്റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫയൽ. ദാറ്റ് ഈസ് ബീൻ കോൾഡ് എസ് അപ്പൻഡിങ്. ഓക്കെ, അപ്പൻഡിങ്ങിനുള്ള ഒരു സെഗ്മെൻറ്റ്, ഓക്കെ, സോ നമ്മൾ നോക്കുന്നുണ്ട് ലാസ്റ്റിൽ. അപ്പൻഡിങ് ഈസ് നത്തിങ് ബട്ട്, ഓക്കെ, സോ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഫയലിനകത്ത് നമുക്കൊരു പാരഗ്രാഫ് ഉള്ള ഒരു കണ്ടൻറ് ഉണ്ടെന്ന് വെച്ചോ. ആ ഫയലിനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, എഫ് ഓപ്പൺ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. അത് ആ മോഡിനുള്ള ഈ സ്ഥലത്തിൽ, ഓക്കെ, സോ എ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എ കൊടുത്തിട്ട് നമ്മൾ വന്നിട്ട് അടുത്തത് നമ്മൾ പ്രിൻ്റ്, ഓക്കെ, സം കണ്ടൻറ് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡേറ്റാസ് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ മോഡിനകത്ത് എ ആണ് കൊടുക്കേണ്ടത്. ഡബ്ല്യു കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈവൻ ദോ ആ ഒരു പാരഗ്രാഫ് അകത്ത് ഉണ്ടായിരുന്നാലും നമ്മൾ പുതിയതായിട്ട് എഴുതുമ്പോൾ ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ്ലി മായ്ച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് കണ്ടൻറ് അവിടെ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ മാറും. ദാറ്റ് ഈസ് ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ്ലി മാറി പുതിയതായിട്ട് ഉള്ള ഡേറ്റാസ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഡബ്ല്യു കൊടുക്കാം. ഇല്ല, നമുക്ക് വന്നിട്ട് ആ പാരഗ്രാഫ് ഒരു ആൾറെഡി ഉള്ള ആ ടെക്സ്റ്റ് ഫയലിനകത്തുള്ള ആ ഒരു പാരഗ്രാഫിൻ്റെ കൂടെ അഡീഷണലി നമ്മൾ പുതിയതായിട്ട് ഡേറ്റാസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ മോഡിനകത്ത് എ. അപ്പോൾ ആഡിങ് അതിനെയാണ് നമ്മൾ അപ്പെൻഡിങ് എന്ന് പറയും. യൂസ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ് ഓപ്പൺ. ഓക്കെ, എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റു മെയിൻ. സോ നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, സോ ഫയൽ സ്റ്റാർ എഫ് പി. ഓക്കെ, ഫയൽ പോയിൻ്റർ. ഓക്കെ, ഫയൽ പോയിൻ്ററിന് കൊടുക്കാം, എന് കൊടുക്കാം, ബിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഫ് പിന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലൈനിൽ എഫ് പി ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ ഓഫ് data.text txt കമ, ഓക്കെ, ഡബിൾ കോട്ടിനകത്ത് ഡബ്ല്യു കൊടുത്തിട്ടുണ്ട്. ഡബ്ല്യു ഉണ്ടാണെങ്കിൽ എന്താണ്? ഓക്കെ, സോ വി ആർ ഓപ്പണിംഗ് either we will be creating a new file f open or we will be opening a existing file with the name. അപ്പോൾ എക്സിസ്റ്റിംഗ് ഫയലാണെങ്കിൽ ഓക്കെ അതിനകത്ത് നമ്മൾ പുതിയതായിട്ട് ഡേറ്റ നമ്മൾ ആഡ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിൻഡോസ് എക്സ്പ്ലോറർ, ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ പോകത്തില്ലേ, അതിനകത്ത് നമ്മൾ എവിടെയാണ് നമ്മുടെ സി പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, നോർമലി നമ്മൾ പ്രോഗ്രാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ, പർട്ടിക്കുലർ ഒരു exe ഫയൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ, അതിനകത്ത് ഈ പർട്ടിക്കുലർ കോഡിങ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ data.txt
txt എന്ന് പറയുന്ന data.txt എന്ന് പറയുന്ന ആ ഫയൽ കണ്ടോ ഇവിടെ വന്ന് ക്രിയേറ്റ് ആവും ഓട്ടോമാറ്റിക്കലി ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്താൽ. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ data.txt എന്ന് പറയുന്ന ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾ വന്നിട്ട് fopen വെച്ചിട്ടുള്ള ഫംഗ്ഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ പ്രോഗ്രാം എഴുതിയിട്ടുള്ള exe ഫയൽ എവിടെയാണുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്തിട്ടുള്ള നെയിം വെച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ, ദാറ്റ് ഈസ് ഒരു നോട്ട് പാഡ് ഫയൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ടുണ്ടാവും. സെയിം അടുത്തൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ ഓക്കെ, ഇപ്പോൾ അടുത്ത എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ വി വിൽ ബി ക്രിയേറ്റിംഗ് ഒരു ലാസ്റ്റ് ഇതിൽ നമ്മൾ വന്നിട്ട് ഏത് ഡ്രൈവിലാണ് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. സിംപ്ലി ഓക്കെ, സോ data.txt മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡി ഡ്രൈവിനകത്ത് ഈ ഫയൽ വേണമെന്ന് നമ്മൾ കൊടുക്കാൻ പറ്റും, സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഡി ഡ്രൈവിനകത്ത് വരും. ഓക്കെ, ആ എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് data.txt എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് നത്തിങ് ബട്ട് എ നോട്ട് പാഡ്, നമ്മുടെ നോട്ട് പാഡ് ഫയൽ, ഓക്കെ, ടെക്സ്റ്റ് ഫയൽ, ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് ക്ലോസിങ് എ ഫയൽ. ക്ലോസിങ് എ ഫയൽ എന്ന് പറയുന്ന ഒരു ആഫ്റ്റർ സെവറൽ പ്രോസസ്സ്, ഒക്കെ നമ്മൾ ചെയ്യുന്ന ഈ ഡേറ്റ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നോട്ട് ചെയ്യേണ്ടത് ഫയൽ, ഓക്കെ, സോ ഫയൽ, ഓക്കെ, സ്റ്റാർ ഫയൽ പോയിൻ്റർ, ഓക്കെ, ഫയൽ പോയിൻ്റർ ഈസ് ഈക്വൽ ടു fopen ഫയൽ നെയിം .txt w, ഇതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് അകത്ത് നമ്മൾ കുറേ റൈറ്റിംഗ്, മേ ബി നമ്മൾ ഡേറ്റ ആഡ് ചെയ്യുന്നു ആർ സംതിങ്, ഓക്കെ, അപ്പൻഡിങ് നമ്മൾ ചെയ്യുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ചെയ്യുന്ന ശേഷം ഫൈനലി ഇതാണ് മെയിൻ പോയിന്റ്, എഫ് ക്ലോസ് ഓഫ് ഫയൽ പോയിൻ്റർ. അപ്പോൾ ഈ പോയിൻ്ററിൻ്റെ നെയിം എഫ് പി ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്തും ഫയൽ പോയിൻ്ററിന് പകരം എഫ് പി കൊടുക്കും. ഇവിടെ നമ്മൾ ഏത് നെയിമാണോ കൊടുത്തിട്ടുള്ളത് ആ നെയിം തന്നെ ഇവിടെ കൊടുക്കണം. അതുപോലെ ആ സെയിം നെയിം തന്നെ ഇവിടെ കൊടുക്കണം. ബിക്കോസ് ഇതിൽ നമ്മൾ കൊടുക്കുന്ന പോയിൻ്റർ, ഓക്കെ, പോയിൻ്ററുടെ നെയിം എന്താണ്, ഫയൽ പോയിൻ്ററിന് കൊടുത്തിട്ടുണ്ട്. ആ ഫയൽ പോയിൻ്റർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഉള്ള ഫയൽ നെയിം .txt എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ഫയലിൻ്റെ ലൊക്കേഷൻ എന്തിനുള്ളതാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് ഈ പോയിൻ്റർ ഉപയോഗിച്ചിട്ട്. ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ടു ക്ലോസ് ദിസ് പർട്ടിക്കുലർ ഈ ഫയൽ പോയിൻ്ററിനകത്ത് ലൊക്കേഷനുള്ള ആ ഫയൽ എന്താണോ അതിനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പോയിൻ്ററുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ക്ലോസിങ്ങിനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ക്ലോസിങ് എ ഫയൽ സിമ്പിൾ. അപ്പോൾ റീഡിങ് എ ഫയൽ, ഓക്കെ, അതുപോലെ ഒരു കണ്ടൻറ്റിനെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ഫങ്ഷൻസ് ആണ്. ദറ്റ് ഈസ് പെർഫോംഡ് യൂസിങ് ഫങ്ഷൻസ് fscanf ആൻഡ് ഓർ fgets. ഈ രണ്ടും സെയിം പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻറ്റെക്സ് ഇതാണ്. ഫയൽ സ്റ്റാർ ഫയൽ പോയിൻ്റർ ഈസ് ഈക്വൽ ടു ഫയൽ പോയിൻ്ററിന് പകരം വൺസ് അഗൈൻ ഞാൻ പറയുന്നു, ഫയൽ പോയിൻ്ററിന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പേരാണ്. എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം, ABC or FP FLP വാട്ട് എവർ ദിസ് വി ക്യാൻ ഗിവ്. ഇവിടെ അവിടെ കൊടുക്കുന്നതിന് അടുത്ത ഇതിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫയൽ പോയിൻ്റർ ഈസ് ഈക്വൽ ടു fopen ഫയൽ നെയിം .txt r read mode. Okay, we are mentioning it, we are going to read the data. ആ ഫയലിനകത്തുള്ള വാല്യൂ എന്താണോ അതിന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് fscan, ഓക്കെ, ആ ഫയൽ പോയിൻ്റർ ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനകത്തുള്ള ഇത്. So percentage yes, percentage yes, percentage yes, percentage d, okay, so comma str1, comma str2, comma str3 and em. അപ്പോൾ ആ ഫയൽ പോയിൻ്റിനകത്തുള്ള വാല്യൂസിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ കറസ്പോണ്ടിങ് ഓക്കെ, സോ ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രോഗ്രാം വരുമ്പോൾ നോക്കാം. ഓക്കെ, സോ ഓവറോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ സിംപ്ലി റീഡിങ് ഡേറ്റ. അടുത്തെന്താണ് റൈറ്റിംഗ് എ ഫയൽ. ഓക്കെ, സോ ഒരു ഫയലിനകത്ത് ടെക്സ്റ്റ് ഫയലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയലിനകത്ത് ഡേറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, 3 ഫംഗ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, fputc. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് fputs. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്
printf. ഈ 3 മെത്തേഡിൽ കൂടി 3 ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫയലിനകത്ത് നമുക്ക് ഡേറ്റാസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എഫ് പുട്ട് സി ഫോർ ക്യാരക്ടർ. ഓക്കെ, സോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഒരു ഫയലിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റും വാല്യൂസിനെ. സെക്കൻഡ് ഇതിന് പറയുന്നത് എഫ് പുട്ട് എസ് ഫോർ സ്ട്രിങ്. ഓക്കെ, സോ ഒരു സ്ട്രിങ്ങിന് പറയാൻ നമുക്കറിയാം ഒരു വേർഡ്സ് ആവാം, ഒരു പാരഗ്രാഫ് ആവാം. അപ്പോൾ ടോട്ടലി ഒരു പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ടോ നമുക്കൊരു ഫയലിനകത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ എഫ് പുട്ട് എസ് നമ്മൾ നോക്കും. അപ്പോൾ എഫ് പുട്ട് സി എന്ന് പറയുന്നത് ഒരു നമ്മൾ വേർഡ് ടൈപ്പ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഒவ்வொரு ലെറ്റേഴ്സ് ബൈ ലെറ്റർ ആയിട്ടാണ് നമ്മൾ കോപ്പി ചെയ്ത് ആ ഫയലിനകത്ത് നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, സർട്ടൺ സ്ഥലത്തിൽ നമുക്ക് ഇത് എഫ് പുട്ട് സി ഉപയോഗിക്കും, സർട്ടൺ സ്ഥലത്തിനകത്ത് നമുക്ക് എഫ് പുട്ട് എസ് നമ്മൾ ഉപയോഗപ്പെടും. ഓക്കെ, and similarly third one f printf, that is another way, okay, to print a string to the file pointer. Okay, അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇതിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ്, ഓക്കെ, once again which is very similar to that of what, okay, f put f, this is another method. Okay, printf എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 3 മെത്തേഡിൽ കൂടി നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും ഒരു ഫയലിനകത്ത്, റൈറ്റിംഗ് ഫയൽ. സോ അപ്പോൾ ഫസ്റ്റ് ഇത് എഫ് പുട്ട് സി. ഓക്കെ, ഇതിനൊരു പ്രോഗ്രാമിൽ കൂടി കാര്യം, ഈ പ്രോഗ്രാം നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫുള്ളി എഴുതിയില്ലെങ്കിലും മെയിനായിട്ടുള്ള ഈ 2 സെഗ്മെൻറ്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ബട്ട് അതേഴ്സ് ആർ വെരി സിമ്പിൾ. നമ്മൾ ഓൾറെഡി പ്രോഗ്രാം നിങ്ങൾക്ക് എഴുതാൻ അറിയുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ബട്ട് മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സെൻറ്റർ പാർട്ടാണ്, ഐ വിൽ ഷോ യു. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഹാഷ് ഇൻക്ലൂഡ് std.h ഹെഡർ ഫയൽ, ഇൻറ്റീജർ മെയിൻ ഫംഗ്ഷൻ, പിന്നെ നമ്മൾ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നു, ഐ എന്ന് പറയുന്നത് കൗണ്ടർ വേരിയബിൾ. ഓക്കെ, കൗണ്ടർ ഒരു ലൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, കണ്ടോ താഴെ ഈ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇതിൽ ഒരു ലൂപ്പുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ലൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ വേരിയബിൾ, അതിൻ്റെ വേരിയബിളാണ് ഐ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഫയൽ ഓപ്പറേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പയറിൽ ആരംഭിക്കാൻ വേണ്ടി ഫയൽ .fp. അപ്പോൾ ഫയൽ പോയിൻ്ററുടെ പേരെന്താണ്, fp. ഓക്കെ, സോ പിന്നെ ഒരു അറേ ഉപയോഗിച്ചിട്ടുണ്ട്, fn എന്ന് പറയുന്ന ഒരു അറേ, ദാറ്റ് ഈസ് 50. അപ്പോൾ അടുത്ത ലൈനിൽ അനദർ ഒരു സ്ട്രിങ്, ഒരു അറേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ സ്ട്രിങ്. ഓക്കെ, ഒരു ക്യാരക്ടർ ഡേറ്റ ടൈപ്പുള്ള ഒരു അറേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ആ അറേയുടെ പേരെന്താണ്, str. ഓക്കെ, അതിനകത്തുള്ള ഡേറ്റാസ്, ആ അറേനകത്ത് നമ്മൾ എന്ത് ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ദറ്റ് ഈസ് രാജധാനി എഞ്ചിനീയറിംഗ്, ഓക്കെ, .college, അപ്പോൾ ഈ ഡേറ്റ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അടുത്ത ലൈൻ നമ്മൾ കണ്ടറിയാൻ പറ്റും, fp ഈസ് ഈക്വൽ ടു നമ്മൾ ഫയൽ പോയിൻ്റർ ഈസ് ഈക്വൽ ടു f ഓപ്പൺ f പുട്ട് c test.txt. ഓക്കെ, സോ w. അപ്പോൾ ഈ w എന്നുള്ളത് നമുക്കറിയാം ഡിഫൈൻസ് റൈറ്റിംഗ് മോഡാണ്. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നു എന്നുള്ളത് കാണിക്കാൻ പോകുന്നു. വി ആർ ഗോയിങ് ടു റൈറ്റ് സംതിങ് ഓർ വി ആർ ഗോയിങ് ടു എൻ്റർ സംതിങ് ഇൻ ടു ദ ഫയൽ. ഏത് ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, f പുട്ട് c test.txt എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലാതെ ആൾറെഡി നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ആൾറെഡി ഉള്ള ഒരു ഫയലിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ ഇപ്പോൾ ഈ str എന്ന് പറയുന്ന ഈ അറേയിനകത്ത്, ക്യാരക്ടർ അറേയിനകത്ത് നമുക്കുള്ള കണ്ടന്റ് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന ഈ കാര്യമാണ്, /n എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വന്നിട്ട് കോപ്പി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ f പുട്ട് c test.txt എന്ന് പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫയലിനകത്ത് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത് ഈ കണ്ടന്റിനെയാണ്. അപ്പോൾ ഈ f പുട്ട് c എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ വെച്ചിട്ട് ലെറ്റർ ബൈ ലെറ്ററെ കോപ്പി ചെയ്യാൻ പറ്റും, ക്യാരക്ടർ ബൈ ക്യാരക്ടറെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പർട്ടിക്കുലർ, ഓക്കെ, str എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ക്യാരക്ടർ അറേനകത്തുള്ള ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകും. അപ്പോൾ അതിന് വേണ്ടി ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് ഉപയോഗിക്കാൻ പോകുന്നത്. ഫോർ ലൂപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൗണ്ടർ വേരിയബിൾ ആൾറെഡി ഐ നമ്മൾ കൊടുത്തിട്ട് ഐ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം 0. സെക്കൻഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടീഷനാണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ
എസ് ടി ആർ ഓഫ് ഐ. ഈ എസ് ടി ആർ എന്ന് പറയുന്ന ഈ കൗണ്ടർ വേരിയബിളിനുള്ള ith പൊസിഷൻ, ദാറ്റ് ഈസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 1 2 3 ഓക്കെ. സോ ഇങ്ങനെ കൂടിക്കൊണ്ടേ വരും. ഓക്കെ, ബിക്കോസ് i++ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെനെവർ ദിസ് പർട്ടിക്കുലർ ഓക്കെ ഒരു പർട്ടിക്കുലർ ഫയൽ ഓക്കെ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു /n എന്നുള്ള ഒരു കണ്ടീഷൻ ഓക്കെ. സോ എപ്പോൾ വന്നിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആവുന്നു, എപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആവുന്നു എപ്പോൾ ഈ കണ്ടീഷൻ വന്നിട്ട് ഫാൾസ് ആവുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പർട്ടിക്കുലർ ഫാർ ലൂപ്പ് ടെർമിനേറ്റ് ആയിട്ടുണ്ടാകും. അതുവരയ്ക്കും വാട്ട് ഓക്കെ ദിസ് പർട്ടിക്കുലർ ലൂപ്പ് വിൽ എക്സിക്യൂട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ പറ്റും ആദ്യം i = 0. അപ്പോൾ ഫസ്റ്റ് ടൈം അകത്ത് വരുമ്പോൾ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അകത്ത് നമ്മൾ എഴുതിയിട്ടുള്ളതാണ് എഫ് പുട്ട് സി ഓഫ് str ഓഫ് i, fp. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സ്ട്രിങ് എസ് ടി ആർ എന്ന് പറയുന്ന ഈ അറേനകത്തുള്ള 0th പൊസിഷൻ ഫസ്റ്റ് ടൈം സൈക്കിളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഐയുടെ വാല്യൂ 0 ആയിട്ടുണ്ടാവും. അപ്പോൾ എസ് ടി ആർ എന്ന് പറയുന്ന ആ അറേനകത്തുള്ള 0th പൊസിഷനുള്ള വാല്യൂ വിൽ ബി കോപ്പീഡ് ഓർ വിൽ ബി റിട്ടൺ ഇൻസൈഡ് ദ എഫ് പി. എന്ന് പറയുന്നത് എന്താണ്, ഫയൽ പോയിൻ്റർ റിപ്രസെൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ ഏതാണ്, എഫ് പുട്ട് സി test.txt എന്ന് പറയുന്ന ആ മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഈ അറേനകത്തുള്ള വാല്യൂ എന്താണ്, ക്യാപിറ്റൽ ആർ. ഇപ്പോൾ ഈ ക്യാപിറ്റൽ ആർ നമ്മൾ അവിടെ കോപ്പി ചെയ്യും. അപ്പോൾ പിന്നെയും ലൂപ്പ് ഇത് വരും. അപ്പോൾ ഇത് വന്നിട്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, എപ്പോൾ വന്നിട്ട് നമുക്ക് ഈ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ ലാസ്റ്റിൽ /n വന്നിട്ടുള്ളത്, അപ്പോൾ ആ /n വരുന്നത് വരയ്ക്കും ദിസ് ലൂപ്പ് വിൽ ഗെറ്റ് എക്സിക്യൂട്ട്. അപ്പോൾ നമ്പർ നിങ്ങൾ കൗണ്ട് ചെയ്താൽ അറിയാൻ പറ്റും 0 1 2 3 4 ഇങ്ങനെ എത്ര നമ്പർ ഓക്കെ അപ് ടു ദാറ്റ് /n നമുക്ക് വരുന്നത് വരയ്ക്കും. ഓക്കെ, സോ വൺസ് ആ /n വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടീഷൻ അൺസാറ്റിസ്ഫൈഡ് ആവുന്ന സമയം ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ എഫ് പുട്ട് സി എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ വന്നിട്ട് ഒരു ഫയലിനകത്ത് ഡേറ്റാസ് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 2 ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻ്റ് ഉണ്ടാവണം. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഫുള്ളായിട്ട് മഗപ്പ് ചെയ്യുന്നവർക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് പാടാണെങ്കിൽ മിനിമം ഈ 2 സെഗ്മെൻറ്റ് മസ്റ്റായിട്ട് വേണം. അതായത് ഫസ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്ന ഈ റെഡ് കോളം റെഡ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് എങ്ങനെ നമ്മൾ ഒരു ഫയലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, റൈറ്റ് മോഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. സെക്കൻഡ് തിങ് ഈ ലൂപ്പ് ക്യാരക്ടർ ബൈ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയലിലേക്ക് നമ്മൾ ഡേറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അല്ല റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 സെഗ്മെൻറ്റ് മസ്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഡേറ്റാസ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എഫ് പുട്ട് സി ഡോട്ട് ടെക്സ്റ്റ് ഓക്കെ. ആ നോട്ട് പാഡിനകത്ത് ഓട്ടോമാറ്റിക്കലി രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെയുള്ള കാര്യം കോപ്പി ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ 2 സെഗ്മെൻറ്റ് നമുക്ക് കണ്ടാൽ ഒരു സൈഡിൽ നമുക്ക് ഒരു എസ് ടി ആർ എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്. അതിനകത്താണ് നമ്മൾ രാജധാനി എഞ്ചിനീയറിംഗ് .കോളേജ് എന്നുള്ളത്. മറ്റൊരു സൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ. അപ്പോൾ ഈ ലൂപ്പ് ഒவ்வொരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ടോ, ഒவ்வொരു പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള ഒவ்வொരു ലെറ്റേഴ്സായിട്ട് ഇവിടെ ഇങ്ങനെ കോപ്പി ആവും. ഓക്കെ, ഒറ്റ അടിക്കല്ല, അറ്റ് വൺസ് അല്ല. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ഒவ்வொരു ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് ഇവിടെ നിന്ന് ഇവിടെ കോപ്പി ആവും അൺടിൽ ഈ /n വരുന്നത് വരയ്ക്കും. അപ്പോൾ ഇതാണ് എഫ് പുട്ട് സി എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ഉപയോഗം. അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കും എന്നുള്ള രീതി. അടുത്തത് വന്നിട്ട് സെക്കൻഡ് ഇത് എഫ് പുട്ട് എസ്. ഓക്കെ, എഫ് പുട്ട് എസ്. ഓക്കെ, സോ ഇവിടെയും സെയിം പ്രോഗ്രാമാണ്. ഇൻക്ലൂഡ് std.h ഇൻറ്റീജർ മെയിൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ഫയൽ *fp ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ. ഓക്കെ, എഫ് ഓപ്പൺ. ഓക്കെ, സോ എഫ് പുട്ട് എസ് text.txt. ഇവിടെ വന്നിട്ട് w+. നമ്മൾ പ്രീവിയസ് ഇതിൽ w ആണ് ചെയ്തിട്ടുള്ളത്, ഇവിടെ w+ എന്ന് പറയുന്നത് നമ്മൾ വന്നിട്ട് ഈ പുട്ട് എസ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, സ്പെഷ്യൽ മോഡ് എന്ന് നമുക്ക് പറയാം.
അപ്പോൾ ഈ മോഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫോർ ടൈം ബൈങ് ഓക്കെ ദാറ്റ് ഈസ് എ അഡീഷണൽ വേർഡ്. ഓക്കെ അവിടെ നമ്മൾ W ഉപയോഗിച്ച് ഇവിടെ WS ഉപയോഗിച്ച്. ഓക്കെ ദാറ്റ് ഈസ് എ മെയിൻ ഡിഫറൻസ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അടുത്ത ലൈനിൽ എഫ് പുട്ട് എസ്, പ്രീവിയസ് ഇതിൽ എക്സാമ്പിൾ നമ്മൾ നോക്കിയിട്ടുള്ളത് എഫ് പുട്ട് സി ആണ്. ദാറ്റ് ഈസ് ക്യാരക്ടർ ബൈ ക്യാരക്ടർ. ഇവിടെ വന്ന് സ്ട്രിങ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഒരു ലൈനിനെ മൊത്തത്തിൽ നമുക്ക് കോപ്പി ചെയ്ത് ഒരു റൈറ്റിംഗ് ആ ടെക്സ്റ്റ് ഫയലിലേക്ക് നമ്മൾ കോപ്പി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടോ, ക്വാളിറ്റീസ് ദാറ്റ് മേക്സ് ഓർഡിനറി പീപ്പിൾ എക്സ്ട്രാordinary എന്ന് പറയുന്ന ഫസ്റ്റ് ലൈൻ. അപ്പോൾ അത് ആദ്യം നമ്മൾ ആ ഫയലിലേക്ക് ഒറ്റയടിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഫയലിലേക്ക് നമ്മൾ ചെയ്യാൻ പറ്റും. അതിലെ ഫയലിൽ സ്ലാഷ് ലൈൻ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈൻ, അടുത്ത ലൈൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്തതിന് ശേഷം കർസർ അടുത്ത ലൈനിൽ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അടുത്തത് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത് അടുത്ത ലൈനായിട്ട് വരും. ദാറ്റ് ഈസ് എ മെയിൻ പോയിന്റ്. അടുത്ത ലൈനിൽ എഫ് പുട്ട് എസ് നമ്പർ 1. ഓക്കെ ഡബിൾ കോട്ടിനകത്ത് നമ്പർ 1. ഓക്കെ ഡെഫിനറ്റ് എയിം കം വിഷൻ ആൻഡ് പർപ്പസ്. ഓക്കെ സ്ലാഷിങ്. അപ്പോൾ സിമിലർലി വാട്ട് തേർഡ് ലൈൻ. ഓക്കെ ടു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർസിവറൻസ്. ഓക്കെ സ്ലാഷിങ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി എഫ് പുട്ടേഴ്സിന് നമ്മൾ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് കൊടുക്കുന്നു, ഓട്ടോമാറ്റിക്കലി അത് വന്നിട്ട് എവിടെ ട്രാൻസ്ഫർ ആവും, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എഫ് പുട്ട് ടെക്സ്റ്റിനകത്ത് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത് 2 സെഗ്മെൻറ്റ്. എഫ് പുട്ടേഴ്സിനകത്ത് 2 സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ബോക്സ് ഇട്ട് കാണിച്ചിട്ടുള്ള ഈ 2 സെഗ്മെൻറ്റാണ്. വൺ ഈസ് ഓക്കെ സോ വി ആർ ക്രിയേറ്റിംഗ് ആൻഡ് ആർ ഓപ്പണിംഗ് എ പർട്ടിക്കുലർ ഫയൽ കാൾ fputs അങ്ങനെ പറയുന്ന ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഫസ്റ്റ് സെഗ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്, എഫ് പുട്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ റൈറ്റിംഗ് ഡേറ്റാസ് ഇൻ ടു ദ പർട്ടിക്കുലർ ഫയൽ. അപ്പോൾ ഈ 2 സെഗ്മെൻറ്റും മിസ്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം വിത്ത് ദിസ് പർട്ടിക്കുലർ പ്രോഗ്രാം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അതെങ്ങനെ ചെയ്ത് ഈ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫൈനലി ഇതുപോലുള്ള ഒരു നോട്ട് പാഡിനകത്ത് ഓക്കെ ബിക്കോസ് ടെക്സ്റ്റ് ഫയലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ടെക്സ്റ്റ് ഫയലിനകത്ത് ഇതുപോലുള്ള ഡേറ്റാസ് നമുക്ക് കിട്ടും, കോപ്പി ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഫൈനലി വാട്ട് പ്രിൻ്റ് ഓഫിനകത്ത് സെയിം ഫസ്റ്റ് സെഗ്മെൻറ്റ് സെയിം ആണ്. ഫയൽ ഡോട്ട് FPTR. ഓക്കെ ഞാൻ അതാ പറഞ്ഞ് ഓക്കെ സ്റ്റാർ FPTR. ചിലതിൽ ഫയൽ പോയിൻ്റാണ് കൊടുത്തിട്ടാണ്, ചിലർ FPT. സോ ആ പേരിൽ ഒരു ഇതുമില്ല, നമുക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു ഇത് കൊടുക്കാം, ABC FP വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ദാറ്റ്സ് ജസ്റ്റ് നെയിം, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ അപ്പോൾ ഇതിൽ എഫ് ഓപ്പൺ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. സെക്കൻഡ് സെഗ്മെൻറ്റ് കണ്ടോ, എഫ് printf. ഓക്കെ സോ printf ബ്രാക്കറ്റിനകത്ത് FPTR ലെറ്റ്സ് ലേൺ C പ്രോഗ്രാം അങ്ങനെയുള്ള ഒരു വേർഡാണ്, ഒരു സെൻറ്റൻസ് ആണ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ സെൻറ്റൻസ് ഈ FPTR എന്ന് പറയുന്ന ഈ പോയിൻ്റർ ഷോ ചെയ്യുന്ന ഈ ഇത് പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ എവിടെയാണോ ആ അഡ്രസ്സ് എവിടെയാണുള്ളത് മെമ്മറിനകത്ത്, അവിടേക്ക് ഈ പർട്ടിക്കുലർ സെൻറ്റൻസിന് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആൻഡ് ഫൈനലി ഈ എല്ലാ ഇതിലും 3 എക്സാമ്പിളിൽ നമ്മൾ എഫ് ക്ലോസ് നമ്മൾ ചെയ്യുന്നുണ്ട് നോർമൽ. അപ്പോൾ ഇതാണ് 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അടുത്ത ഇതെന്ന് പറയുന്നത് അപ്പൻ ഡേറ്റ. അപ്പൻ ഡേറ്റ എന്നുള്ളത് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു, ഒരു ഫയലിനകത്ത് ആൾറെഡി ഉള്ള കണ്ടൻറ്റിൻ്റെ കൂടെ എക്സ്ട്രാ കണ്ടൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പൻഡാണ് യൂസ് ചെയ്യുന്നത്. ആഡിങ് കണ്ടൻറ്റ് ടു ദ ടെയിൽ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ ഈസ് കോൾഡ് അപ്പൻഡിങ്. ടെയിൽ എന്നുള്ളത് അറിയാം, ആ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അതിൻ്റെ ടെയിൽ എൻഡിൽ നമ്മൾ പുതിയതായിട്ട് ഡേറ്റ ആഡ് ചെയ്യണമെങ്കിൽ അപ്പൻഡിങ് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ഇത് നമ്മൾ ഉപയോഗിക്കും. സോ ബൈ ഡിഫോൾട്ട് ഫയൽ ഓപ്പൺസ് ഇൻ റൈറ്റ് മോഡ്. ഓക്കെ സോ നോർമലി നമ്മൾ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് റൈറ്റ് മോഡിലേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. റൈറ്റ് മോഡ് എന്ന് പറയുന്നത് ആൾറെഡി ഉള്ള കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ കണ്ടൻറ്റ് ആഡ് ആവും. സോ ദെൻ ദ കണ്ടൻറ്റ്സ് ആർ ഓവർ റിട്ടൺ ഇഫ് ദ ഫയൽ വിത്തിൻ ദ സെയിം നെയിം ഈസ് ആൾറെഡി എക്സിസ്റ്റ്. അപ്പോൾ ആൾറെഡി ഉള്ള ഒരു ഫയലിനകത്ത് നമ്മൾ നോർമലി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതാണ് സംഭവം, റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉള്ള കണ്ടൻറ്റ് കംപ്ലീറ്റും ഡിലീറ്റ് ആവും, പുതിയ ഡേറ്റ നമുക്ക് ആഡ് ആവും. ബട്ട് ഓക്കെ ഈ അപ്പൻ ട്യൂഷനിൽ കൂടെ ഓക്കെ അപ്പൻ ഈ പർട്ടിക്കുലർ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കൊടുക്കുന്ന ഡേറ്റ ആൾറെഡി ഉള്ള ഡേറ്റയുടെ കൂടെ ആഡ് ആവും. സോ അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് വിൽ ബി അപ്പൻഡഡ് വെൻ ദ ഫയൽ ഈസ് ഓപ്പൺഡ് ഇൻ ആൻ അപ്പൻ മോഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഡേറ്റാസ് നമുക്ക് ആഡ് ചെയ്യും. എ ഫയൽ ക്യാൻ ബി ഓപ്പൺഡ് ഇൻ ആൻ അപ്പൻ മോഡ് യൂസിങ് ദ ഫ്ലാഗ്. ഈ ഫ്ലാഗ് എന്ന് പറയുന്നത് എടുത്ത് ഇവിടെ ഈ മോഡിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റേഴ്സിനെയാണ് ഫ്ലാഗ്. ഓക്കെ W+A+. ഓക്കെ സോ വാട്ട് ആർ റീഡ് മോഡ് അതിനാണ് ഫ്ലാഗ്.
അപ്പോൾ ഈ അപ്പൻഡ് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫ്ലാഗ് എന്ന് പറയുന്നത് എ ആർ എ പ്ലസ്. അപ്പോൾ എ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഹിയർ എ ഓപ്പൺസ് ദ ഫയൽ ഇൻ അപ്പൻഡ് മോഡ്. ഓക്കെ, സോ എ എന്ന് പറയുന്നത് അപ്പൻഡ് മോഡിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യും. ഓക്കെ, എ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പൺസ് ദ ഫയൽ ഇൻ അപ്പൻഡ് ആർ റീഡ് മോഡ്. ഓക്കെ, സോ എ പ്ലസ് എന്ന് പറയുന്നത് അപ്പൻഡ് മോഡിലും നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റീഡ് മോഡായിട്ടും ഉപയോഗിക്കാം. എ പ്ലസ് എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് അപ്പൻഡ് മോഡ് സിംപ്ലി നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൻഡിങ് എന്താണ്, നമ്മൾ പുതിയ ഡേറ്റാസ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വി ആർ ആഡിങ് എക്സ്ട്രാ ഐറ്റംസ്. അപ്പോൾ എ പ്ലസിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻ കേസ് നമുക്ക് അത് റീഡ് ചെയ്ത് നോക്കണമെങ്കിൽ അതിനുള്ള ഡേറ്റാസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, ആസ് വെൽ ആസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ഈസ് എ പ്ലസ്. അപ്പോൾ എക്സാമ്പിൾ ഒരു ഇതിൽ വരികയാണെങ്കിൽ സോഴ്സ് ഫയൽ കണ്ടന്റ്. ഓക്കെ, ഐ ലവ് പ്രോഗ്രാമിംഗ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റ് ഫയലിനകത്ത് നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ആൾറെഡി ഉള്ള ഒരു ഫയലിനെയാണ് നമ്മൾ സോഴ്സ് ഫയൽ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഐ ലവ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു കണ്ടൻ്റാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് വിത്ത് ഫയൽസ് ഈസ് ഫൺ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലൈനിനെയാണ് നമ്മൾ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്ട്രിങ് ടു അപ്പൻഡ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ അപ്പൻഡ് ഓപ്പറേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ല ആ ടെക്സ്റ്റ് ഫയലിനകത്ത് ആൾറെഡി ഇരുന്നത് ഐ ലവ് പ്രോഗ്രാമിംഗ് മാത്രമാണ്. അപ്പോൾ ഈ അപ്പൻഡിങ് ഓപ്പറേഷന് ശേഷം നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ഐ ലവ് പ്രോഗ്രാമിംഗ് ആൻഡ് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമിംഗ് വിത്ത് ഫയൽസ് ഇൻ ഫൺ. പ്രോഗ്രാമിംഗ് വിത്ത് ഫയൽസ് ഈസ് വാട്ട് ഫൺ എന്നുള്ള ഈ ലൈനും കൂടി എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൻഡിങ്, നോട്ട് ഓവർ റൈറ്റിംഗ് അല്ല, നോർമൽ ഇതിൽ വി ആർ ആഡിങ് വിത്ത് ടെയിൽ എൻഡ്. ഓക്കെ, അതിൻ്റെ ലാസ്റ്റായിട്ട് പുതിയതായിട്ടുള്ള നമുക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ അപ്പൻഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ്. ഓക്കെ, സോ ബി പാർട്ടിനകത്ത് നമ്മൾ മോഡ്യൂൾ നമ്പർ 5 പാർട്ട് ബിന്നകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ പാർട്ട് സി സൂൺ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗോ ത്രൂ ഇറ്റ്. ഈ പോയിൻ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് പലരും വന്നിട്ട് കൺഫ്യൂസ് ചെയ്യുന്നത് ഈ ഏരിയ ആണ്. സോ പോയിൻ്റർ മനസ്സിലായില്ലെങ്കിൽ വൺസ് അഗൈൻ വീഡിയോ നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ വിൽ സീ ഇൻ അനദർ session. Okay, bye.